ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഈ LSSന്റെ റിസൾട്ട് എന്നാണ് വരാമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ CM കിഡ്സ് LP എന്ന് പറയുന്ന എക്സാം അല്ലേ, അതിൻ്റെ റിസൾട്ട് എന്നാണ് വരാമെന്നായിരിക്കും നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക. അതിൻ്റെ റിസൾട്ട് എന്ന് വരുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് നമ്മളെ എക്സാമിനെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ നോക്കാം. CM കിഡ്സ് LP എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സാം ഈ വർഷം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങൾ, മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് അറിയാം അല്ലേ, 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സാം ആയിരുന്നു LSS എന്ന് പറയുന്നത്. 2025 അങ്ങനെ ആയിരുന്നു നടന്നിരുന്നത്. പക്ഷേ 2026 കുറച്ചുകൂടി പേരൊക്കെ മാറ്റി CM കിഡ്സ് LP എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പേപ്പറിൽ 50 മാർക്കും രണ്ടാമത്തെ പേപ്പറിൽ 30 മാർക്കായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്, ഓരോ നിശ്ചിത മാർക്കുകളാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പം 48 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യില്ല, ചില ഡിസ്ട്രിക്റ്റിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ ഇതുപോലെയുള്ള ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികൾക്കൊന്നും 48 മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് LSS ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വർഷം മുതൽ എന്താണ്, ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് കൂടിയും LSSന് വന്നിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാടധികം കുട്ടികൾ 48 മാർക്ക് ഉണ്ടാവില്ലേ, അപ്പം എല്ലാവർക്കും 48 മാർക്ക് കിട്ടുന്ന ആ ഒരു എക്സാം അതിൽ നിന്ന് മാറ്റി എന്താണ് കൂടുതലായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള, ഓരോ ജില്ലകളിലും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള രീതിയിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മാറ്റിയുള്ളത്. സോ നമുക്ക് എക്സാമിനെ കുറിച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സാം നമുക്കറിയാം അല്ലേ, എക്സാം നമ്മൾ ക്ലാസ് 4 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എഴുതിയിട്ടുണ്ടാവുക. കേരളത്തിൽ SCRT ഫോളോ ചെയ്യുന്ന അല്ലെ സ്റ്റുഡൻസ് ആണ് എഴുതിയിട്ടുണ്ടാവുക. അത് ആദ്യം LSS എന്നായിരുന്നു, ഇപ്പോൾ നമ്മൾ പേര് മാറിയിട്ടുണ്ട്, CM കിഡ്സ് LP എന്നാണ് നമ്മൾ എക്സാം വരുന്നത്. സോ ഇത് എന്തിനാണ് ഈ എക്സാം നടത്തുന്നത്, എന്തിനാണ് LSS എക്സാം നടത്തുന്നത്? കുട്ടികളെ, നല്ല കുട്ടികൾ എന്ത് ചെയ്യാനും വേണ്ടിയിട്ടാണ്, എന്താണ് അവരുടെ അഭിരുചി എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്താണ് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, LSS എക്സാം എന്ന് പറയുന്നത്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ഉണ്ട് അല്ലേ. സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് ചെറുതാണെങ്കിലും പക്ഷെ നമുക്ക് അതിലൂടെ കിട്ടുന്ന അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം അത്രത്തോളം അങ്ങോളം ഇങ്ങോളം, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം ആണ്. സോ അതിൽ നമ്മൾ ഇത്രയും മാർക്ക് നേടി, അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് നേടി എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കും. അതിൽ കിട്ടുന്ന എമൗണ്ട് അല്ല വലുത്, അത് കിട്ടുക എന്നുള്ളതാണ് എന്ത്, നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്നാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്ന് മെയ് 8-ാം തീയതിയാണ്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നത് മെയ് 8-ാം തീയതിയാണ്. അപ്പോൾ നമ്മളെ എക്സാം വരാൻ, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ ചാൻസ് ഉള്ളത് ഒരു മെയ് 15 അല്ലെങ്കിൽ മെയ് 15-ൻ്റെയും ഒരു 17-ൻ്റെയും ഇടയിലായിരിക്കും മേ ബി വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കുറച്ച് തൊട്ട് മുന്നേ എന്തായിരിക്കും വരുന്നതായിരിക്കും. കാരണം മെയ് 15-ാം തീയതി SSLC റിസൾട്ട് ഔട്ട് ആവും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും കൂടുതലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് USSന്റെ റിസൾട്ട്. ഒരു മെയ് 15 ടു ആ ഒരു 17 അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് വരാൻ ചാൻസ് ഉള്ളത്. സോ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഇവാലുവേഷൻ്റെ, അതായത് നമുക്കറിയാം അല്ലേ, അതായത് മാനുവലി ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ ആ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഓരോ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പർ മൂല്യനിർണ്ണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് റെക്ടിഫൈഡ് ആയിട്ടുള്ള ആൻസർക്ക് എന്ത് ചെയ്യും, പബ്ലിഷ് ആക്കും. അതുപോലെ തന്നെ ആൻസേഴ്സിൻ്റെ ഇങ്ങനെയാണ് മൂല്യനിർണ്ണയം ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നിങ്ങളുടെ ടീച്ചേഴ്സ്, അത് നിങ്ങൾ നോക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഒരു മെയ് 15-ൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ വരാനും ചാൻസ് ഉണ്ട്. കാരണം മെയ് 15-ന് നമ്മൾ SSLC റിസൾട്ടാണ്, അതിന് മുന്നേ വരാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകാണ്ട് നോക്കുക. BPE കേരള അല്ലെങ്കിൽ പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് എന്ത് നമുക്ക് നമ്മുടെ റിസൾട്ട് നോക്കാൻ പറ്റുക. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റും എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിസൾട്ട് നോക്കാൻ വേണ്ടത്, നമ്മൾ പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ സൈറ്റിലാണ് നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാൻ പറ്റുക. അപ്പോൾ റിസൾട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മൾ ഏത് റോൾ നമ്പറാണോ എഴുതിയിട്ടുള്ളത് അത് നമുക്ക് തീർച്ചയായിട്ടും വേണം. അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് LSSന്റെ റിസൾട്ട് അറിയാൻ പറ്റുക, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ
റിസൾട്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോസിറ്റീവായുള്ള രീതിയിൽ എന്ത് ചെയ്യുക എടുക്കുക. ഇപ്പോൾ LSS കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ഇനി USS പോലെയുള്ള ന്യൂമാത്സ് പോലെയുള്ള ഒരുപാട് എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള എക്സാമിനും കൂടിയും എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ക്ലാസ്സുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻസ്ഡ് ആവേണ്ട. കിട്ടിയവരെന്ത് ചെയ്യുക, അങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റിലാണ്. കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അബവ് 48 ആയിരിക്കും മോസ്റ്റ് ഓഫ് അതായത് നമ്മൾ ഒരു കേരളത്തിൻ്റെ ഒരു നോർത്തേൺ ഡിസ്ട്രിക്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഹയർ ആവാനാണ് ചാൻസ് ഉള്ളത്. കുറച്ചുകൂടി കുട്ടികൾ എഴുതുന്നതുകൊണ്ട് തന്നെ, കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി കൂടാനാണ് ചാൻസ് ഉള്ളത്. നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത്, അതായത് സദേൺ കേരള പാർട്ടിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, കുറച്ചുകൂടി മാർക്ക് കുറയാൻ, അല്ലെ 48 ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി വരാൻ ചാൻസ് ഉള്ളത്. മാർക്ക് കുറയില്ല, 48 നിന്ന് കുറയില്ല. അപ്പം ആ ഒരു മാർക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട് അവിടെ. അപ്പം അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു മാർക്ക്, അതായത് 48 എന്ന് പറയുന്ന ആ മാർക്ക് കിട്ടിയാൽ മാത്രം ഇനി എന്ത് ചെയ്യില്ല, LSS കിട്ടിയില്ല. അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ റിസൾട്ട്. നമ്മളെല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ LSS എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.